ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എന്താണ് ക്രിസ്തുയേശുവിലെ ഭാവം? ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2, 3, 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ക്രിസ്തുയേശുവിലുള്ള ഭാവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ. നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കണം. അപ്പൊ എന്തൊക്കെയാണ്? ഏക മനസ്സ് വേണം, ഏക സ്നേഹം വേണം, ഐക്യം വേണം, ഏകഭാവം വേണം. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ നിങ്ങൾ കാലുകൾ കഴുകിയെങ്കിൽ മാത്രമേ ഈ ദൈവത്തിൻ്റെതായ പ്രവൃത്തി തികയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഇതൊരു ചടങ്ങായി നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മൾ ആരായി? യഹൂദന്മാരായി. പക്ഷേ നമ്മുടെ സ്നേഹം, നമ്മളിലുള്ള സ്നേഹത്തോടെ വേണം എന്ത് ചെയ്യുവാൻ? കാലുകൾ, മറ്റൊരാളുടെ കാല് കഴുകുവാൻ. കർത്താവായ യേശുക്രിസ്തുവിന് തന്റെ ശിഷ്യഗണങ്ങളോട് അത്രമേൽ സ്നേഹം ഉണ്ടായിരുന്നുകൊണ്ടാണ് താൻ അവരുടെ കാലുകൾ കഴുകുവാനായിട്ടിടയായത്. അങ്ങനെയെങ്കിൽ നമുക്കും നാം കാല് കഴുകുന്ന വ്യക്തിയോടും മറ്റുള്ളവരോടും, കാല് കഴുകുന്ന വ്യക്തിയോട് മാത്രം സ്നേഹം ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ തിരുമേശയിലും എന്ത് സംഭവിക്കും? ഈ ആളെ തന്നെ വിളിച്ചോണ്ട് പോകത്തുള്ളൂ, അല്ലേ? ഹല്ലേലൂയ. സംഭവിച്ചിട്ടില്ലേ? നമുക്ക് പ്രിയപ്പെട്ടവരെ മാത്രമാണ് നമ്മൾ വിളിച്ചോണ്ട് പോകുന്നത്, അല്ലേ? എന്തിന്? കാൽ കഴുകൽ ശുശ്രൂഷയിൽ. എന്നാൽ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു സഭയിൽ കടന്നു വരുന്ന എല്ലാവരും ഒരുപോലെ ഏകഭാവവും ഏക സ്നേഹവും ഏക മനസ്സും ഐക്യവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആരെ വേണമെങ്കിലും വിളിച്ചുകൊണ്ട് പോയാൽ ഒരു സങ്കോചവും കൂടാതെ പോയി കാൽക്കഴുകൽ ശുശ്രൂഷ ചെയ്തു വരുന്നെങ്കിൽ മാത്രമേ ആ ദൈവസ്നേഹം അവിടെ വെളിപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. എന്ത് ഇല്ലാതെ ഇരിക്കണം? അതിന്റെ താഴോട്ടുള്ള വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റി. ഫിലിപ്പിയ സഭയോട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ശാഠ്യം വരാൻ പാടില്ല, ചപ്പോണായിരിക്കാൻ പാടില്ല, ശാഠ്യം വരാൻ പാടില്ല, ദുരഭിമാനം വരാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് പറയും താഴ്മയോടെ ഇരിക്കണം. സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കണം. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. ഇത് സാധിക്കുമോ? മറ്റുള്ളവരെ തന്നെക്കാൾ, എന്നെക്കാൾ ശ്രേഷ്ഠനാണ് മറ്റുള്ളവരെന്ന് എണ്ണുവാൻ നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിത ചിന്താഗതി നാം മാറ്റുവാൻ